എന്താണ് നവരാത്രിയുടെ ഒരു പ്രാധാന്യം ഇന്നത്തെ കാലത്ത്? നവരാത്രി 9 രാത്രികൾ വലിയ ഒരു ഉത്സവം തന്നെയാണ് നവരാത്രി. അത് ദേവിക്ക് പ്രധാനമാണ്. നമുക്കൊക്കെ വളരെ വിഷമമാണ്. ദേവി അങ്ങോട്ട് എഴുന്നള്ളൊന്നും കാണുമ്പോഴത്തേക്ക് നമുക്ക് വളരെ കൊണ്ട് കാണാൻ നിൽക്കില്ല. സമയത്ത് അവിടെ ചെല്ലാറുണ്ടോ? അവിടെ ചെല്ലുന്ന സമയത്ത് ആ കീർത്തനങ്ങളൊക്കെ കേൾക്കുമ്പോൾ പഴയ കാലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാറുണ്ട്. നമ്മുടെ കാല് കുത്തിയാലേ പഴയ കാലമാണ്. അനുഭവിച്ചറിയണം. ഒറ്റക്കൽ മണ്ഡപത്തിൽ പോയി പത്മനാഭസ്വാമിയുടെ തിരുമുഖം കാണുമ്പോൾ ആ ഒരു വികാരം പറഞ്ഞാൽ മനസ്സിലാക്കരുത്, നമുക്ക് അനുഭവിക്കാം. ഒരു വലിയ സംഭവം തന്നെ, വലിയൊരു സംഭവം. ഓരോ തൂണിന് എന്തെങ്കിലും കഥ പറയാൻ കാണുമായിരിക്കും. തിരുവനന്തപുരത്ത് നവരാത്രി വളരെ പ്രത്യേക രീതിയിലുള്ള ഉത്സവം തന്നെയാണ്. തിരുവനന്തപുരത്തിൻ്റെ ഒരു സ്വന്തം ഉത്സവം. ആനപ്പുറത്ത് സരസ്വതി അമ്മനും വെള്ളിക്കുതിരയിലെ ചുമന്ന കല്ല് ഇവിടെ പിടിപ്പിച്ച വലിയ വെള്ളിക്കുതിര, അതിൻ്റെ മുകളിൽ കുമാരസ്വാമിയും പല്ലക്കിലെ മുന്നിലേക്ക് അമ്മനും ആയിട്ട് അവിടെ എഴുന്നള്ളും. നമസ്തേ. ഭക്തിയുടെയും അറിവിന്റെയും 9 രാത്രങ്ങൾ നവരാത്രിയുടെ നിറവിലാണ് കേരളമൊട്ടാകെ. ഈ നവരാത്രിയുടെ വേളയിൽ നവരാത്രിയെക്കുറിച്ചും അതിന്റെ പ്രത്യേകതകളെക്കുറിച്ചും എല്ലാം പറഞ്ഞു തരാൻ ഇന്ന് എനിക്കൊപ്പമുള്ളത് തിരുവിതാംകൂർ രാജവംശത്തിലെ അംഗവും എഴുത്തുകാരിയും പ്രഭാഷകയുമായ ശ്രീ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയാണ്. തമ്പുരാട്ടി നമസ്കാരം. തമ്പുരാട്ടി, എന്താണ് നവരാത്രിയുടെ ഒരു പ്രാധാന്യം ഇന്നത്തെ കാലത്ത്? ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ആണ് ഇവിടം ഭാരതം. അവിടെ സനാതനധർമ്മത്തിൻ്റെ ആ ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന പുണ്യഭൂമിയാണ്. ആചാരങ്ങളും വിശ്വാസധാരകൾ ഒക്കെ ഭാരതമൊട്ടുക്ക് ഇന്നും ത്രസിച്ച് നിൽക്കുന്നുണ്ട്. കാലമോ മനുഷ്യൻ്റെ മനസ്സിൻ്റെ മാറ്റമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ വേറെ ഉള്ള സംഭവ വികാസങ്ങളോ ഒന്നും ഇതിനെ കാര്യമായിട്ട് സ്പർശിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും ചില സ്ഥലങ്ങളിൽ അത് പറ്റിയിട്ടുമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റുകയില്ല. നവരാത്രി 9 രാത്രികൾ അത് ദേവിക്ക് പ്രധാനമാണ്. ഭക്തിയും വിദ്യയും അല്ലെങ്കിൽ അറിവ് ഇതെല്ലാം, കല, ഇതെല്ലാം കൈകോർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു വലിയ ഒരു ഉത്സവം തന്നെയാണ് നവരാത്രി. ഭാരതമൊട്ടുക്ക് പല പേരുകളിലും പല രീതികളിലും അത് ആഘോഷിച്ചു വരുന്നു. നമ്മുടെ കേരളത്തിൽ അതിൻ്റെ രീതിയിൽ വരുന്നു. പക്ഷെ തിരുവനന്തപുരത്ത് നവരാത്രി വളരെ പ്രത്യേക രീതിയിലുള്ള ഒരു ഉത്സവം തന്നെയാണ്. തിരുവനന്തപുരത്തിൻ്റെ ഒരു സ്വന്തം ഉത്സവം. ഈ 9 ദിവസം ദേവിയെ ആരാധിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്ത് മഹാനവമി ദുർഗാഷ്ടമിയിലെന്ന്, ഒടുക്കലത്തെ 3 ദിവസം ദുർഗാഷ്ടമിയിലെന്ന് പഠിക്കുന്നവർ മാത്രമല്ല എല്ലാവരും തന്നെ പുസ്തകങ്ങളും അവരുടെ ആയുധങ്ങൾ, കൊല്ലനാണെങ്കിൽ കൊല്ലൻ്റെ ഇത്, കല്ലനാണെങ്കിൽ അയാളുടെ അങ്ങനെ, ആശാരിയാണെങ്കിൽ അയാളുടെ, അങ്ങനെ അവരുടെ ആയുധങ്ങൾ അത് പൂജ വെച്ച് കലാകാരന്മാരാണ്. പലരും ചിലങ്കയായിരിക്കും, അല്ലെങ്കിൽ മൃദംഗമായിരിക്കും, വീണയായിരിക്കും. പൂജ വെച്ച് ദുർഗാഷ്ടമിയിലെന്ന്, മഹാനവമിയിലെന്ന് ആ പൂജയിലിരുന്ന് വിജയദശമിയിലെന്ന് അത് തീർന്നു. വിജയദശമിയാണ്, വിജയമാണെന്ന്. ദേവിയുടെ വിജയമായി കഴിഞ്ഞു. ആസുരശക്തികളിൽ അവരെ നിഗ്രഹിച്ചുകൊണ്ടുള്ള ദേവിയുടെ വിജയമായി കഴിഞ്ഞു. അപ്പോൾ ആ വിജയദശമിയിലെന്ന് വിദ്യാരംഭം തുടങ്ങുകയാണ്. എത്ര പഠിച്ച ആളാണെങ്കിലും അവർ വിദ്യാരംഭം നടത്തുകയാണ്. അപ്പം അങ്ങനെയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ
കലാപരിപാടികളും സംഗീത കച്ചേരികളും ഒക്കെ. അപ്പോൾ അവർക്ക് ആ സമയത്ത് ചിലപ്പോൾ ദുർഗാഷ്ടമി മഹാനവമിയായിട്ട് തന്നെ വരും. അപ്പോൾ ആ സമയത്ത് അവർക്ക് അത് പൂജയ്ക്ക് വെക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു പ്രതീകം പൂജയ്ക്ക് വെച്ച് ഇത് അവർ ഉപയോഗിക്കുകയാണ് എന്നുള്ളതാണ്. ഏതായാലും വളരെ വിശേഷപ്പെട്ട ഒരു മഹാസംഭവം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നവരാത്രി. ഇപ്പോൾ തമ്മിലോട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഭംഗിയായി നവരാത്രി ആഘോഷിക്കുന്ന ഒരു ഇടമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഘോഷയാത്രയ്ക്കുള്ളതാണ്. ഘോഷയാത്രയുടെ ഒരു ചരിത്രത്തെ കുറിച്ച് കൂടി ഒന്ന് പറയാം. ഘോഷയാത്രയാണ് ഏറ്റവും പ്രധാനം എന്ന് എനിക്ക് സമ്മതിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അതിൻ്റെതായിട്ടുള്ള വലിയ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ട് ജനകീയ പങ്കാളിത്തവും ഏറ്റവും കൂടുതൽ അവരുടെ ആവേശവും അവരുടെ ഭക്തി പാരവശ്യവും എല്ലാം ഏറ്റവും കൂടുതൽ പ്രത്യക്ഷമാകുന്നത് ആ ഘോഷയാത്രയിലൂടെയാണ്. പത്മനാഭപുരത്തിൽ നിന്നാണ് ഘോഷയാത്ര തുടങ്ങുന്നത് ഔദ്യോഗികമായിട്ട്. അതിനു മുമ്പേ തലേ ദിവസം തന്നെ അടുത്ത് കിടക്കുന്ന കുമാരകോവിലിൽ നിന്നും കുമാരസ്വാമി വെള്ളിക്കുതിരയിലും, അതിന് അല്പം കൂടെ ദൂരെ ശുചീന്ദ്രത്ത് മുന്നേടിയത്ത അമ്മൻ, അല്ലെങ്കിൽ ഇപ്പം മുന്നൂട്ടമ്മ എന്ന് പറയും, കുണ്ടണി നങ്ക എന്ന് പറയും അമ്മനെ, ശുചീന്ദ്രൻ ക്ഷേത്രത്തിൻ്റെ സ്ഥാണുമാല ക്ഷേത്രത്തിൻ്റെ അടുക്കലുള്ള വേറൊരു ക്ഷേത്രമാണ്. അവിടുന്ന് ദേവിയെ പല്ലക്കിലും പത്മനാഭപുരത്ത് എഴുന്നള്ളിച്ച് പിറ്റേ ദിവസം 3 ദേവീദേവന്മാരും കൂടെ ഒരുമിച്ച് തിരുവനന്തപുരത്തേക്ക് എഴുന്നള്ളുകയാണ്. സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആണ് എഴുന്നള്ളുന്നത്. 3-ാമത്തെ ദിവസം ഇവിടെ എത്തും. അപ്പോൾ വരുന്ന വഴിക്ക് വലിയ സ്വീകരണങ്ങളാണ് ഏറ്റുവാങ്ങുന്നത്. വലിയ അതിപ്പോൾ കൂടിക്കൂടി വരുന്നു എന്നേ ഉള്ളൂ. ദിനേ ദിനേ സ പരിവർത്തമാന എന്ന് പറയുന്ന പോലെ കൂടിക്കൂടി വരികയാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരം കരമന കഴിഞ്ഞാൽ കോട്ടയ്ക്കകം എത്താനായിട്ട് ചിലപ്പോൾ 2.5 മണിക്കൂർ 3 മണിക്കൂർ വേണ്ടിവരും. ചാലയിൽ കൂടെ ഒക്കെ വരുമ്പോൾ ഓരോ കടയിലും ദീപാരാധന തട്ട് കാണിച്ച് പൂക്കളിട്ട് ആരാധിച്ച് അങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് നീങ്ങിയാണ് വരുന്നത്. അകത്തേക്ക് കോട്ടയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ നവരാത്രി മണ്ഡപത്തിൻ്റെ അവിടം വരെ ഈ പ്രൊസഷൻ മുമ്പോട്ട് പോകും. ആനപ്പുറത്ത് സരസ്വതി അമ്മനും വെള്ളിക്കുതിരയിലെ ചുമന്ന കല്ല് ഇവിടെ പിടിപ്പിച്ച വലിയ വെള്ളിക്കുതിര ഉണ്ട്. അതിൻ്റെ മുകളിൽ കുമാരസ്വാമിയും പല്ലക്കിൽ അതിമനോഹരമായ ഒരു പല്ലക്കിൽ മുന്നടിയത്ത അമ്മനും ആയിട്ട് അവിടെ എഴുന്നള്ളും. സരസ്വതി അമ്മനെ അകത്തേക്ക് ദീപാരാധന കഴിഞ്ഞ് ചടങ്ങുകൾ കഴിഞ്ഞ് അകത്തേക്ക് എഴുന്നള്ളിച്ച് കൊട്ടാരത്തിനകത്ത് നവരാത്രി മണ്ഡപത്തിലാണ് എഴുന്നള്ളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുമാരസ്വാമിയെ ആര്യശാലയിലും മുന്നടിയത്ത അമ്മനെ ചെന്തിട്ടയിലേക്കും അവരവരുടെ വ്യത്യസ്തമായിട്ട് ഒരുക്കിയ വളരെ വിപുലമായിട്ട് ഒരുക്കിയ സ്ഥലങ്ങളിലേക്ക് എഴുന്നള്ളിക്കുകയാണ്. 9 ഇവിടെ സരസ്വതി അമ്മനെ നവരാത്രി മണ്ഡപത്തിൽ, അത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ സ്ഥലം തന്നെയാണ്. വലിയ കൊട്ടാരം കോംപ്ലക്സ് മുഴുവനും അതിൻ്റെ ഒരു ഭാഗമാണ് നവരാത്രി മണ്ഡപമൊക്കെ. അപ്പോൾ ആ നവരാത്രി മണ്ഡപത്തിൽ 4 കെട്ടിൽ അറയംപെരയുമുണ്ട്. അറയംപെരയിലാണ് ദേവിയെ എഴുന്നള്ളിക്കുന്നത്. എന്നിട്ട് പത്മതീർത്ഥക്കുളത്തിൽ കൊണ്ടുപോയി മുങ്ങിക്കുളിക്കുകയും ചടങ്ങുകളൊക്കെ ഉണ്ട്. പിറ്റേ ദിവസമാണ് നവരാത്രി മണ്ഡപത്തിലേക്ക് അവിടുന്ന് ഈ അറയെന്ന് ദേവിയെ എഴുന്നള്ളിച്ച് മാറ്റുന്നത്. പിന്നെ 9 ദിവസം അവിടെയാണ്. വിജയദശമിയിലന്ന് വിദ്യാരംഭങ്ങൾ ഒരുപാട് കൂടിക്കൂടി വരികയാണ്. അവിടെ ഒരുപാട് വിദ്യാരംഭങ്ങൾ നടത്തുന്നുണ്ട് ദേവിയെ സാന്നിധ്യത്തിൽ. അത് കഴിഞ്ഞിട്ട് ദേവിയെ തിരിച്ച് അറയിലേക്ക് എഴുന്നള്ളിച്ച് അടുത്ത ദിവസം തിരിച്ചുള്ള എഴുന്നള്ളിപ്പാണ്. നമുക്കൊക്കെ വളരെ വിഷമമാണ്. ദേവി അങ്ങോട്ട് എഴുന്നള്ളുന്നു കാണുമ്പോഴത്തേക്ക് നമുക്ക് വളരെ കാണാൻ നിൽക്കില്ല. ഇങ്ങോട്ട് എഴുന്നള്ളുമ്പോൾ നമ്മൾ കാത്തു നിൽക്കുകയാണ് എന്തെങ്കിലും ഒരു നോക്ക് കാണാനായിട്ട്. അങ്ങോട്ട് തിരിച്ചെഴുന്നള്ളുമ്പോൾ അത് കാണാനുള്ള വൈകാരികമായിട്ട് ഇല്ലാത്തത് കൊണ്ട് തൊഴുതിട്ടങ്ങ് പോവും. എഴുന്നള്ളിക്കുന്നത് കൂട്ടും ഘോഷമായിട്ടൊക്കെ തന്നെയാണ് എഴുന്നള്ളിക്കുന്നത്. 2 ദേശങ്ങൾ തമ്മിലുള്ള വലിയൊരു ബന്ധത്തിന്റെ ഒരു മഹാത്മ്യം കൂടി ഈ ഒരു ഘോഷയാത്രയ്ക്ക് ഉണ്ട് എന്നുള്ളതല്ലേ? 2 ദേശം എന്ന് വെച്ചാൽ അന്നിത് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു. ഇന്ന് കാണുന്ന ഈ കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന സ്ഥലം മുഴുവനും തിരുവിതാംകൂറാണ്. അപ്പൊ അന്ന് ആ ഒരു വ്യത്യാസം വരുന്നില്ല. അങ്ങനെ ഇന്നിപ്പോ രണ്ടായി ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ് വെട്ടിമുറിച്ച് കന്യാകുമാരി മണ്ണ് മുഴുവനും നമുക്ക് മലയാള നാടിന് നഷ്ടപ്പെട്ടു. ഓരോ തരി മണ്ണും ഓരോ മൈൽക്കുറ്റിയും ചരിത്രം സൃഷ്ടിക്കുകയോ ചരിത്രത്തിന്റെ സാക്ഷിയായോ നിൽക്കുന്ന കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് പോയി.
അപ്പൊ ഇന്നിപ്പോ അത് രണ്ടായി. അത് ഇന്നും അത് ആലോചിക്കുമ്പോൾ വളരെ സങ്കടമുണ്ട്, അത് പോയല്ലോ എന്നുള്ളത്. അപ്പൊ അത് എന്തായാലും അത് പോയി എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇന്നും അങ്ങനെ ഇന്നിപ്പോ തമിഴ്നാട് ഗവൺമെന്റ് HRNDCയിലൊക്കെ അവരൊക്കെ കോപ്പറേഷനുണ്ട്. അങ്ങനെ തന്നെയാണ്. പോലീസും പട്ടാളവും ബന്ദോബസ്തും ആചാരം സല്യൂട്ടും എല്ലാമായിട്ട് തന്നെയാണ് എഴുന്നള്ളുന്നത്. അതെ. ഇപ്പോ നവരാത്രിക്ക് രാജകുടുംബത്തിൽ ഉണ്ടാകുന്ന ആഘോഷങ്ങൾ ഈ പ്രത്യേക പൂജകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ? അല്ല, ഞങ്ങളുടെ ആഘോഷം മുഴുവൻ നവരാത്രി മണ്ഡപം തന്നെയാണ്. അത് നമ്മുടെ മണ്ഡപം തന്നെയാണല്ലോ. നമ്മുടെ നേരെ നമ്മുടെ കൺട്രോളും കീഴിലും ഓണർഷിപ്പും ഒക്കെ നമ്മൾ തന്നെയാണ്. അപ്പൊ അത് മുഴുവനും അവിടെ തന്നെയാണ്. പിന്നെ ദുർഗാഷ്ടമിയിൽ അന്ന് വ്യത്യസ്തമായിട്ട് എല്ലാവരും അവരുടെ ഇതിൽ പൂജ വെക്കും. ഓരോരുത്തർ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ പഠിത്തത്തിന്റെ പുസ്തകങ്ങൾ വെക്കും. ഇപ്പം എന്നെ പോലത്തെ ആളൊക്കെ ആണെങ്കിൽ ഞാൻ 1-2 നോട്ട് ബുക്കുണ്ട്. അതിൽ വിദ്യാരംഭത്തിൻ്റെ അന്ന് സംസ്കൃതത്തിലും മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും നാരായണ നാമാന്നോ അല്ലെങ്കിൽ നാരായണെന്നോ എന്തെങ്കിലും എഴുതി. പിന്നെ 1-2 അല്ലാത്ത പുസ്തകങ്ങളുണ്ട്. ഭക്തിമഞ്ജരി, അങ്ങനെ പറഞ്ഞ ഭഗവത്ഗീത. അപ്പം അതെല്ലാം. പിന്നെ ഒരു പേന നിർബന്ധമായിട്ട്, എൻ്റെ പേന. അതെ, അത് ഇത്രയും ഞങ്ങൾ ഒരുമിച്ചാണ്. ജ്യേഷ്ഠത്തി പൂയന്തിരുന്നാള് ഞാൻ ഒരുമിച്ചാണ് പൂജ വെക്കുന്നത്. പൂയന്തിരുന്നാൾ അവിടെ കൊണ്ട് വെച്ചേക്കും. അവിടെ പൂജിച്ച് പിന്നെ ചിലർക്ക് ഇപ്പോൾ പൂയന്തിരുന്നാൾക്ക് ഫോർ ഇൻസ്റ്റൻസ് ഈ 9 ദിവസവും ദേവി മഹാത്മ്യം ഓരോ ചാപ്റ്ററായിട്ട് വായിക്കുകയും പ്രത്യേക ആ 9 ദിവസം 2 പൂവിട്ട് ഒരു ചെറിയ പൂജ ഉണ്ട് പൂയന്തിരുന്നാൾക്ക്. ഞാൻ അവിടെ പോയി അങ്ങ് ചേരും. പോകുന്ന വഴിക്ക് പോയി 2 പൂവിട്ട് നമസ്കരിച്ചിട്ട് പോകും. ദേവി മഹാത്മ്യം എനിക്ക് വശമില്ല, പക്ഷെ പൂയന്തിരുന്നാൾക്കറിയാം. അപ്പൊ ഈ 9 ദിവസവും അത് വായിക്കും. അല്ലാതെ തന്നെ വായിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇതെന്തായാലും ഡെഫിനറ്റ്ലി അത് ഇപ്പൊ എല്ലാം കൂടെ കുട്ടിയെ പിടിച്ചാൽ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ ഭഗവാൻ പത്മനാഭന്റെ അതിൽ നിന്നേക്കാൻ എല്ലാം കൂടെ ദേവി മഹാത്മ്യത്തിലൊക്കെ ഒരു തെറ്റ് വന്നാൽ മതി, ഒരൊറ്റ തെറ്റ് വന്നാൽ മതി. കർത്തശു ദോഷോ മഹാൻ. അതിലേക്കൊന്നും പോകണ്ട. അത്രയൊന്നും പാണ്ഡിത്യമോ മിടുക്കൊന്നും എനിക്കില്ല. അപ്പൊ ഞാനിവിടെ ഈ രീതിയിൽ അങ്ങ് മുമ്പോട്ട് പോവാണ്. പക്ഷെ ഡെഫിനറ്റ്ലി പിന്നെ വല്യമ്പുരാൻ അത് അവിടെ ചടങ്ങുകളുണ്ട്. നവരാത്രി മണ്ഡലത്തിൽ ചടങ്ങുകളുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന്റെ കാരണവനാണ് വല്യമ്പുരാൻ. ഇന്നിപ്പോ എൻ്റെ അനിയനാണ് മൂലം രാമവർമ്മ. ചടങ്ങുകളുണ്ട്. അതെല്ലാം പക്ഷെ അവിടെയാണ്. കുഞ്ഞുനാളിലെ നവരാത്രി ആഘോഷങ്ങൾ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? കുഞ്ഞുനാളിലെ അതൊരു വലിയ ഞങ്ങളും ഇപ്പൊ എൻ്റെ ജ്യേഷ്ഠത്തെയാണെങ്കിലും എൻ്റെ അനുജനാണെങ്കിലും ഞാനാണെങ്കിലും ഞങ്ങളൊന്നും സ്കൂളിൽ പോയിട്ടില്ല. ഞങ്ങൾ പഠിച്ചതൊക്കെ ഇവിടെയാണ്. ഈ കൊട്ടാരത്തിൽ തന്നെയാണ് പഠിച്ചത്. പരീക്ഷ എഴുതിയാൻ പഠിച്ചതൊക്കെ. പിന്നെ കോളേജിലാണ് വരുമ്പോഴാണ് ഞങ്ങളൊക്കെ കോളേജുകളിൽ പോയത്. ജ്യേഷ്ഠത്തിൽ ഞാനും വിമൻസിൽ പോയി. ഇവിടെ മഹാരാജാസ് കോളേജ് ഓഫ് വിമൻ. അതിനിപ്പോ മഹാരാജാസ് കോളേജ് അല്ല, അത് പെട്ടെന്ന് മാറി. പിന്നെ അനിയൻ ഇവിടെ മാർബാനസ് കോളേജ് പഠിച്ചത്. പക്ഷെ ഇവിടെ സമയം മുഴുവനും ഇവിടെ തന്നെയാണ് പഠിച്ചത്. അപ്പൊ ഞങ്ങൾക്ക് വെളിയിലൊന്നും പ്രത്യേകിച്ച് യാത്ര, എല്ലാവരും കൂടെ ഇങ്ങനെ ഓരോ ഹോളിഡേയ്സിന് പോകുന്നല്ല. ഇപ്പൊ ഉത്സവമാണെങ്കിലും നവരാത്രി ആണെങ്കിലും ഒക്കെ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ്. അതിഭയങ്കര സന്തോഷമാണ്. അത് വരുമ്പോഴത്തേക്ക് ഒരു ഇവന്റ് ആണ്, വിച്ച് വി ലുക്ക് ഫോർവേഡ് ടു വിത്ത് ഓൾ ഈഗർനെസ്. ഓക്കെ, കാത്തിരിക്കുന്ന സംഭവങ്ങളാണ്. ഉത്സവമാണെങ്കിൽ നവരാത്രി ആണെങ്കിലും ഓണം 4 ദിവസവും വളരെ വളരെ ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ. പിന്നെ അന്നും ഇന്നും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം, ഇന്നിപ്പോൾ കൂടുതൽ ആളുകൾ വരുന്നുണ്ട്. അന്ന് അത്ര ഒരുപാട് ആളുകൾ മണ്ഡപത്തിൽ വന്നിരുന്ന, പക്ഷെ വരുന്നവരൊക്കെ വിദ്വാൻമാരാണ്, അറിവുള്ളവരാണല്ലോ വന്നുകൊണ്ടിരുന്നത്. കേൾക്കാൻ വരുന്നതൊക്കെ വളരെ അറിവുള്ളവരാണ്. ഇന്നും അങ്ങനെ ആയിരിക്കാം, പക്ഷെ ആളുകൾ കൂടുന്നുണ്ട്. പിന്നെ അന്ന് സ്ത്രീകൾ വന്നുകൊണ്ടിരുന്നില്ലേ. അപ്പൊ അടുത്ത കാലത്താണ് സ്ത്രീകളെ പാടാനും, ഐ തിങ്ക് പാറശാല പൊന്നമ്മയാണെന്ന് തോന്നുന്നു ആദ്യം. എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മകൻ പാടുന്ന, നല്ല വൃത്തിയായിട്ട് പാടുന്ന, അറിയപ്പെടുന്ന ഒരു സംഗീതകാരനാണ്. സംഗീതം പഠിപ്പിക്കുന്ന ആളാണ്, മ്യൂസിക്കോളജിസ്റ്റും കൂടെയാണ്. വെറുതെ പഠിക്കുകയും പാടുകയല്ല, അതിനെപ്പറ്റി അതിലേക്ക് പോയി പഠിച്ച മ്യൂസിക്കോളജിസ്റ്റും കൂടെയാണ്. അപ്പം രാമവർമ്മ, അശ്വതിനാഥ് രാമവർമ്മ. അപ്പം അയാളുടെ ഉത്സാഹത്തിലാണ് ഈ പാറശാല പൊന്നമ്മ. അപ്പം അങ്ങനെ പിന്നെ ഇപ്പോൾ പല സ്ത്രീകളും പാടുന്നുണ്ട്, കേൾക്കാൻ പെണ്ണുങ്ങൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ മണ്ഡപത്തിൽ സ്ത്രീകൾ ഇരിക്കില്ല, സൈഡിലിരിക്കും. ഇപ്പൊ അത് മാറി. അതാണ് ഒരു വലിയ മാറ്റം.
ഇപ്പൊ ഈ സംഗീതോത്സവം നടക്കുന്ന സമയത്ത് അവിടെ ചെല്ലാറുണ്ടോ? അവിടെ ചെല്ലുന്ന സമയത്ത് ആ കീർത്തനങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത് പഴയ കാലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാറുണ്ടോ? അവിടെ കാല് കുത്തിയാലേ പഴയ കാലമാണ്. പഴയ പഴയ ഞങ്ങളുടെ മനസ്സൊക്കെ കുറെ പഴയ മനസ്സായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ആ ഒരു ഓറ അറ്റ്മോസ്ഫിയർ വളരെ സ്പെഷ്യലാണ്. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ വിഷമമാണ്, അനുഭവിച്ചറിയണം. പത്മനാഭസ്വാമിയുടെ ഒറ്റക്കൽ മണ്ഡപത്തിൽ പോയി പത്മനാഭസ്വാമിയുടെ തിരുമുഖം കാണുമ്പോൾ അല്ലെങ്കിൽ ആ തിരുവിഗ്രഹം കാണുമ്പോൾ ഉള്ള ആ ഒരു വികാരം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കരുത്, നമുക്ക് അനുഭവിക്കാം. അതുപോലെയാണ് ഈ പറഞ്ഞത്. പലതും അങ്ങനെയാണല്ലേ, പല വികാരങ്ങളും നമ്മൾ അനുഭവിച്ചാലേ ഒരു വികാരം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? അനുഭവിച്ചാലേ പറ്റും. അതുപോലെ ഇതൊരു എത്രയോ നൂറ്റാണ്ടുകൾക്ക് പുറമോട്ട് പോയി ഒരു വലിയ സംഭവം തന്നെയാണ്. വലിയൊരു സംഭവം. ഓരോ തൂണിന് എന്തെങ്കിലും കഥ പറയാൻ കാണുമായിരിക്കും, ആർക്കറിയാം. എന്തെല്ലാം കണ്ടിട്ടുണ്ട്, എന്തിനെല്ലാം സാക്ഷി നിന്നിട്ടുണ്ട്. എന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു മെമ്മറി ഉണ്ടോ നവരാത്രിയുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഒരു കാഴ്ച അങ്ങനെ എന്തെങ്കിലും? അമ്മൂമ്മ മഹാറാണി സേതു പാർവതിബായി, ചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ അമ്മ. അമ്മൂമ്മയ്ക്ക് അഗാധമായ പാണ്ഡിത്യമാണ് സംഗീതത്തില്. അഗാധ പാണ്ഡിത്യം എന്ന് വെച്ചാൽ അഗാധ പാണ്ഡിത്യം. അത് മാത്രമല്ല വീണ ചെറുപ്പത്തില് 4 മണിക്കൂർ 5 മണിക്കൂർ ഒറ്റയിരിപ്പിരുന്ന് വീണ വായിക്കും. അപ്പൊ അമ്മൂമ്മ ആദ്യം പഠിപ്പിക്കാനായിട്ട് ഒരു രാമസ്വാമി ഭാഗവതർ വന്നു, രാപ്പാളിന്ന്. ഒടുക്കം തിരിഞ്ഞു. ശിഷ്യ ഗുരുവുമായി. അമ്മൂമ്മയ്ക്ക് അത്ര പാണ്ഡിത്യമായി. ഇദ്ദേഹത്തിനെക്കാട്ടിലൊക്കെ വളരെ കൂടുതൽ അറിവുമൊക്കെ വന്നു. അപ്പൊ വലിയ കൊടി കെട്ടിയ മന്നന്മാരായിട്ടുള്ള ഭാഗവതന്മാർ അനവധി പേര് വന്നു, അനവധി പേര്. ഞങ്ങൾക്ക് തന്നെ ഓർമ്മയുണ്ട്, ചമ്പക്കുടി ശ്രീനിവാസർ അമ്മൂമ്മയുടെ വലിയ പ്രോഡിഷിയായിരുന്നു. അമ്മൂമ്മയുടെ ചമ്പക്കുടി ശ്രീനിവാസർക്ക് വലിയൊരു ഇത് കൊടുത്ത ഒരു നിലവരകും. പിന്നെ അദ്ദേഹം മഹാപണ്ഡിതനാണ്, അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് പാടുന്ന ആളാണ്. പക്ഷെ എന്നാൽ പോലും അമ്മൂമ്മ ചമ്പക്കുടി ശ്രീനിവാസർക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു സപ്പോർട്ട് വളരെ, അമ്മൂമ്മയുടെ പ്രോഡിഷി തന്നെയായിരുന്നു അദ്ദേഹം. അമ്മൂമ്മ പോയപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഇവിടെ വന്നു. എൻ്റെ അമ്മയ്ക്ക് പോലെ എന്നിൽ ഇത്ര വിശ്വാസമില്ലായിരുന്നു മഹാറാണി തിരുമനസിനെ പോലെ എന്ന് പറഞ്ഞ് വളരെ സങ്കടപ്പെട്ടു. പക്ഷെ അമ്മൂമ്മയ്ക്ക് അത്ര പണി, ഒരു സംഗതി തെറ്റിയാൽ മതി, ഒരു സ്വരം മാറിയാൽ മതി, അപ്പം പിടിക്കും. ഇങ്ങനെയല്ലല്ലോ എന്ന് പറയും. അത്ര അമ്മൂമ്മയ്ക്ക് ജ്ഞാനമുണ്ട്. അപ്പം ഈ ഭാഗവതന്മാരെല്ലാവരും ഇവിടെ നവരാത്രിക്ക് വരുന്നവരൊക്കെ രാവിലെ ഇവിടെ വരും. വൈകിട്ടാണല്ലോ കച്ചേരി. 6 തൊട്ട് 8:30 വരെയാണ്. 5:30 തൊട്ട് 6 വരെ മുല്ലമൂട്ട് ഭാഗവതന്മാർ ട്രഡീഷണലായിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ അവരാണ് മുല്ലമൂട്ട് പാടിക്കൊണ്ടിരുന്നതാണ്. കോട്ടയ്ക്കകത്ത് ഈ വലിയ കൊട്ടാരത്തിൽ തന്നെ ഈ നവരാത്രി കൊണ്ട് കുറച്ചപ്പുറത്ത് സ്വാതിരുന്നാൾ തിരുമനസിന്റെ കൊട്ടാരത്തില് ഒരു മുല്ലമൂടുണ്ട്, അവിടെ ഇരുന്ന് ഇവർ പാടും. തിരുമനസ് ആഹാരം കഴിക്കുമ്പോൾ വെളിയിൽ മറ്റേ ഇരുന്ന് പാടും, മിണ്ടൂല, ആഹാര സമയത്ത് മിണ്ടൂല. അപ്പൊ അവര് പാടിക്കൊണ്ടിരിക്കും. അങ്ങനെ അമൃതത്ത് കഴിക്കുമ്പോൾ ഒന്നും മിണ്ടില്ല. അപ്പൊ എന്തായാലും മുല്ലമൂട്ട് ഭാഗവതന്മാര് അവരൊരു സെറ്റ് പ്രൊസീജിയറാണ്. ഇന്നതേ പാടുകയുള്ളൂ, തോടമംഗളം അതായത്. അപ്പൊ അതിങ്ങനെ ഒരു സെറ്റാണ്. അത് 5:30 തൊട്ട് 6 വരെ അവർ പാടും. അവർ പാടിക്കഴിഞ്ഞാലാണ് മെയിൻ കച്ചേരി. ഇവർ വന്ന് 8:30 മണി വരെ പിന്നെ നിർത്തിക്കഴിഞ്ഞാൽ മണ്ഡപം വൃത്തിയാക്കി കുന്തിരിക്കമൊക്കെ പുകച്ച് മഹാരാജാവിൻ്റെയും തമ്പുരാക്കന്മാരുടെ ആരാധനയായി, നവരാത്രിയും ദീപാരാധനയായി. പിന്നെ ഞങ്ങളൊക്കെ തൊഴും. അത് കഴിഞ്ഞിട്ട് പിന്നെ പബ്ലിക്കിൻ്റെ ആണ്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് നല്ല പാണ്ഡിത്യമുള്ളതുകൊണ്ട് എല്ലാ ഭാഗവതന്മാരും ഇവിടെ വരും. വലിയ വലിയ ആളുകൾ എത്ര പേരെ ഞങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷെ ചെമ്പൻകുട്ടി ശ്രീനിവാസർ പാടുന്ന ദിവസം അദ്ദേഹം ഒരു 56 വർഷം ഏറ്റവും മുടങ്ങാതെ പാടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പാടുന്നതിൻ്റെ അന്ന് അമ്മൂമ്മ നേരത്തെ പോവും. 5:30 മണി 5:45 നവരാത്രി മണ്ഡപത്തിൽ എത്തിയിരിക്കും. മറ്റാണെങ്കിൽ 6 മണി, ചിലപ്പോൾ 6 മണിയോടുകൂടി എത്തും, ചിലപ്പോൾ 5 മിനിറ്റ് അങ്ങോട്ടുള്ളൂ. ഇതങ്ങനെയല്ല, 15 മിനിറ്റ് മുമ്പെങ്കിലും ചെമ്പൻ്റെ ആ പുറപ്പാട് എനിക്ക് കാണണം. ചെമ്പൻ എന്നാണ് വിളിക്കുന്നത് ചെമ്പൻകുട്ടി ശ്രീനിവാസരെ. ചെമ്പൻ്റെ പുറപ്പാട് എനിക്ക് കാണണം എന്ന് വെച്ചാൽ അവിടെ കൂടെ നടന്നു വരുന്ന കാണണം. കാണാനും കുറച്ചൊക്കെ ഉണ്ട്, ആ മാലകളും എല്ലാം ഇട്ട്. അങ്ങനെ എന്തായാലും അദ്ദേഹം വന്ന് നമസ്കരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ ഉള്ള മതിപ്പപ്പം അവിടെ അദ്ദേഹം വരുന്നത് കാണണം. ഞങ്ങൾ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നു 3 മണിക്ക്, ജ്യേഷ്ഠത്തിൽ ഞാനും. അപ്പൊ പബ്ലിക്കിന്റെ സമയം അല്ല, ഇപ്പോഴാണ്. ഇപ്പൊ 3 മണിക്ക് പബ്ലിക്കിന്റെ സമയമാണ്, അന്നില്ല. അപ്പൊ ഞങ്ങൾ ഡാൻസ് കളിക്കുമായിരുന്നു. കളിച്ചേ പറ്റൂ. അപ്പൊ എത്രയോ ദിവസം മുമ്പ് പ്രാക്ടീസാണ് ദേവിയുടെ മുമ്പിൽ കളിക്കാനായിട്ട്. പിന്നെ
പിന്നെ ഒരു ഊണുണ്ട്. കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ ഉത്സാഹമുണ്ട്, പലഹാരം ഊണും. ഇവരൊക്കെ ഭാഗവതന്മാരൊക്കെ അവിടെ ഭജനപ്പേരയിലൊക്കെയാണ് താമസിക്കുന്നത് ഇപ്പോഴും. ഇപ്പോഴും അപ്പോൾ അവർക്ക് ആഹാരം മുഴുവനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് അവരുടെ മെനു നിശ്ചയിക്കുന്ന ഒരു വലിയ ഒരു സംഭവമാണ് അവർക്കുള്ള മെനു. അത് ഇവിടെ നിന്നാണ് നിശ്ചയിക്കുന്നത്. എല്ലാം നോക്കി ഇന്ന കൂട്ടാൻ ഇന്ന ഉപ്പിലിട്ടത് വരെ നിശ്ചയിച്ച് പലഹാരം, ഒരു മധുര പലഹാരം ഒരു ഉപ്പ് പലഹാരവും വേണം. റിപ്പീറ്റ് ചെയ്ത് വരരുത്. ഒരു 2 ദിവസം പല ഭാഗവതന്മാർ 3 ദിവസം താമസിക്കും, അത് കൂടുതൽ താമസിക്കില്ല. അവരെ കച്ചേരിക്ക് താമസിക്കും, ചിലപ്പോൾ അതിൻ്റെ തലേ ദിവസം വരും. പിറ്റേ ദിവസം നല്ല കച്ചേരി ആണെങ്കിൽ അത് കേട്ടിട്ട് പോകും. 3 ദിവസം പലരും താമസിക്കും. അപ്പോൾ റെപ്പിറ്റേഷൻ വരാൻ പാടില്ല. ഇന്ന് ഹൽവ ആണെങ്കിൽ നാളെ ഹൽവ വരരുത്, മറ്റന്നാൾ വരരുത്. അങ്ങനെ വളരെ കൃത്യമായിട്ട് ഇന്നും ആ രീതിയിൽ തന്നെയാണ് ഈ മെനുവിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളാണ്, ഒരുപാട് നല്ല ഓർമ്മകളാണ്. സന്തോഷത്തിൻ്റെയും ഭക്തിയുടെയും ഒരുപാട് നല്ല ഓർമ്മകൾ. ഇപ്പൊ നമുക്കറിയാം നവരാത്രി എന്ന് പറയുമ്പോൾ 9 രാത്രങ്ങളാണ്. ഇതിൽ 9 ദേവീഭാവങ്ങളെയാണ് നമ്മൾ ആരാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ 9 ദേവീഭാവങ്ങളെ? അത് ചില സ്ഥലങ്ങളിൽ അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ലക്ഷ്മി, പാർവതി, സരസ്വതി അങ്ങനെ ഒടുക്കമാണ് ദുർഗയായിട്ട്. പാർവതിയുടെ ഭാവമാണ് ദുർഗ, ആദ്യം സരസ്വതി. പക്ഷെ പലപ്പോഴും ഇപ്പോൾ നവരാത്രി കൊണ്ട് ദുർഗാഭാവം തന്നെയാണ്. പക്ഷെ സരസ്വതിയുടെ വലിയ പ്രാധാന്യമാണ്. സരസ്വതി ദേവിയാണ് അവിടെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത്. ദേവിയുടെ 3, പക്ഷെ എല്ലായിടത്തും ദുർഗാപൂജ എന്ന് പറയുമ്പോൾ ഈവൻ സ്വാതിരുന്നാളിലെ മെയിൻ കീർത്തനം പാടുന്നത് മുഴുവനും, ഈ കച്ചേരിക്ക് പാടുന്ന മുഴുവനും മഹാരാജ സ്വാതിരുന്നാളുടെ കൃതികൾ മാത്രമാണ്. അപ്പം അതിൽ നടുക്ക് വരുന്ന മെയിൻ കീർത്തനം അത് വലിയ, അതിന് രാഗവും താനവും ലവ്യാനും ഒക്കെ ആയിട്ട് കുറച്ച് അപ്പോൾ ഓരോ ദിവസം ഇന്ന കീർത്തനം തുടങ്ങുന്ന ശങ്കരാഭരണം തുടങ്ങും ആദ്യത്തെ ദിവസം. അങ്ങനെ ആ 9 ദിവസം ഓരോ രാഗമാണ്, ഓരോ മെയിൻ കീർത്തനമുണ്ട്. അത് ദേവിയുടെയാണ്. മറ്റേ തിരുമനസ്സുകൊണ്ട് ദേവിയെ പറ്റി മാത്രമല്ല, പത്മനാഭനെ പറ്റി എത്രയോ എഴുതിയിട്ടുണ്ട്. പിന്നെ കൃഷ്ണനെ പറ്റി, സുബ്രഹ്മണ്യനെ പറ്റി, ശിവനെ പറ്റി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഡിഫറെൻറ്റ് ഫോംസ് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ മെയിൻ കീർത്തനം എപ്പോഴും ദേവിയെ പറ്റി തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ 6 ദിവസം സരസ്വതി ദേവിയുടെ ഇത് വരുന്ന കീർത്തനങ്ങളാണ് ആദ്യത്തെ 6 ദിവസം. പിന്നെ മറ്റ് 3 ദിവസം ഇൻക്ലൂഡിങ് ദുർഗാഷ്ടമി ആൻഡ് മഹാനവമി, എൻ്റെ തലേ ദിവസം സപ്തമി, അഷ്ടമി, നവമി 3 ദിവസം ദുർഗയുടെയാണ്. 3 ദിവസം ലക്ഷ്മിയുടെ എന്തോ അതിൽ അത്ര കാണുന്നില്ല. ഈ വിദ്യാരംഭം എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ പ്രാധാന്യത്തോടു കൂടി ഇന്നും ആചരിച്ചു വരുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ വിജയദശമിയുടെ അന്ന് വിദ്യ തുടങ്ങാൻ നല്ല ദിവസമാണ് എന്ന് വിചാരിക്കുന്നത്? വിജയദശമിയുടെ അന്നാണ് വിജയം, എല്ലാത്തിൻ്റെ ഒരു നല്ലതിൻ്റെ ഒക്കെ ഓരോ തുടക്കം. അല്ലെങ്കിൽ ഒന്നുകൂടെ റീചാർജ് ചെയ്യുക, ബാറ്ററി റീചാർജ് ചെയ്യുന്ന പോലെ റീചാർജ് ചെയ്യുക. അപ്പം അങ്ങനെ വരുമ്പോൾ അന്ന് തൊട്ടേ ഈ വിദ്യാരംഭത്തിൻ്റെ, വിദ്യ ആരംഭിക്കുന്ന ദിവസമാണ് വിദ്യാരംഭം. വിദ്യാരംഭം എന്നുള്ള ആ വാക്കിൻ്റെ ഇത് ആലോചിച്ച് നോക്കൂ. വിദ്യ ആരംഭിക്കുന്ന ദിവസം വിദ്യാരംഭം. ആ വിദ്യാരംഭം വിജയദശമിയുടെ അന്ന്, ആ ദേവിയുടെ വിജയത്തിൻ്റെ അന്ന് അതൊരു ആചാരവും വിശ്വാസവുമാണ്, അല്ലേ? അതെ, തീർച്ചയായും. ഇപ്പൊ ഓണത്തിന് സദ്യ ഉണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും സദ്യ ഉണ്ട്, എന്തിനാ പരിപ്പും നെയ്യും പരിപ്പും എന്തിനാ? അതിനൊരു നമുക്ക് മഞ്ചൂറിയൻ അല്ല, ഇനി കുറച്ച് ചിലപ്പോൾ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്, മഞ്ചൂറിയൻ ആക്കി വയ്ക്കാം. പക്ഷെ ഇപ്പൊ എന്തായാലും ഇപ്പോഴും ഇല്ല. അപ്പൊ അതൊക്കെ എത്രയോ കാലമായിട്ട് വരുന്ന ഓരോ വിശ്വാസങ്ങൾ, ഓരോ കസ്റ്റംസ് ആണ്. ഇവിടെ എഴുന്നള്ളിച്ചു കൊണ്ടിരുന്ന പത്മാവരത്ത് നിന്ന് കൊണ്ടുവരുന്ന വിഗ്രഹത്തിന്റെ കാര്യമൊക്കെ അറിയാമല്ലോ. അറിയാമെങ്കിൽ അതിനെപ്പറ്റി അതിന്റെ പ്രത്യേകതകൾ കൂടി ഒന്നുകൂടി തമ്പുരാട്ടി പറയുമ്പോൾ കുറച്ചുകൂടി കേൾക്കാൻ. ചോളരാജ്യം ചേളരാജ്യം തൊട്ടടുത്ത് കിടക്കുക, അവർക്ക് തമ്മിൽ അത്ര രസമൊന്നുമില്ല, രസക്കേടാണ്. ചോളരാജ്യത്തില് ഒരു ബ്രാഹ്മണൻ, അദ്ദേഹം കവിയാണ്, വളരെ നല്ല പാണ്ഡിത്യമുള്ള കവിയാണ്. അപ്പൊ അദ്ദേഹം അവിടെ അന്നത്തെ കാലത്ത് രാജാക്കന്മാരുടെ അല്ലെങ്കിൽ മഹാരാജാക്കന്മാരുടെ അവരുടെ സദസ്സിൽ എപ്പോഴും വിദ്വാൻമാർക്ക് അല്ലെങ്കിൽ കലാകാരന്മാർക്ക് വലിയ അംഗീകാരമാണ്. അവരൊരുപാട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് നല്ല കവിയാണ്, നമുക്കെല്ലാം സംസ്കൃതമാണ്. അപ്പോൾ അദ്ദേഹത്തിനെ അവിടെ തന്നെ കോർട്ടിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സദസ്സിൽ തന്നെ ഒരു അംഗമാക്കി. ചെറുപ്പമാണ് ബ്രാഹ്മണൻ. അങ്ങനെ ഇരുന്നപ്പോൾ ചെറുപ്പത്തിൻ്റെ ചാബല്യമോ എന്താണെന്നറിയാൻ വയ്യ,
അവിടെ രാജാവിൻ്റെ മകള് ചോള കുലവല്ലി, ചോള രാജ്യത്തെ കുലത്തിൻ്റെ പൂവ് മുട്ട, ചോള കുലവല്ലി രാജകുമാരിയുമായിട്ട് ഇദ്ദേഹത്തിനൊരു ചെറിയ ഒരു വീക്ക്നെസ് വന്നു. രാജകുമാരിക്ക് ഇങ്ങോട്ട് വന്നിരിക്കാം. രാജാവ് പറഞ്ഞു ഈ ഇദ്ദേഹത്തിനെ നാട് കടത്തിയപ്പോൾ തൊട്ടടുത്ത രാജ്യം ചേര രാജ്യമാണ്, അങ്ങോട്ടേക്ക് പോയി. അപ്പൊ അന്ന് കുലശേഖര പെരുമാൾ, എല്ലാം കുലശേഖര പെരുമാൾ സ്ഥാനപ്പേരാണല്ലോ, എല്ലാവരും കുലശേഖര പെരുമാളന്മാരാണ്. അത് ഏകദേശം 9th century ഒക്കെ ആണെന്നാണ് പറയുന്നത്. അതിനൊക്കെ ഒരു വ്യത്യാസമുണ്ട്. 9th എന്ന് പറയുന്നത് ഏർലിയർ ആണെന്ന്, ലേറ്റർ ആണെന്ന് പറയുന്നു. എന്തായാലും 9th century എന്നാണ് മോറലെസ് അക്സെപ്റ്റഡ്. അപ്പൊ അന്നത്തെ കുലശേഖര പെരുമാൾ അറിഞ്ഞു ഇങ്ങനെ ഒരു വിദ്വാനാണ്, അവിടുന്ന് ഇങ്ങോട്ട് നാട് കടത്തിയിട്ട് വിളിപ്പിച്ചു. അന്ന് രാജാക്കന്മാരൊക്കെ മഹാപണ്ഡിതന്മാരാ. അപ്പൊ ഒക്കെ സംസാരിച്ചപ്പോൾ ഇദ്ദേഹം പണ്ഡിതനാണ് മനസ്സിലാക്കി. ശരി, എന്നാ ഇവിടെ താമസിച്ച് കവിത എഴുതുവാന്ന് വെച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ എഴുന്നപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു എന്നാൽ രാമായണം എഴുതിക്കണം എന്ന്. ഈ കവി രാമായണം എഴുതാനായിട്ട് ഒരു സാക്ഷി വേണം. അപ്പൊ ഒരു വിഗ്രഹം ഉണ്ടാക്കി, സരസ്വതി ദേവിയുടെ ഒരു വിഗ്രഹം. ആ വിഗ്രഹത്തിനെ സാക്ഷിയാക്കി ഇദ്ദേഹം രാമായണം എഴുതി. ആ രാമായണം ആണ് ഇന്ന് വളരെ പ്രസിദ്ധമായിരിക്കുന്ന കമ്പരാമായണം. അദ്ദേഹമാണ് കമ്പറാണ് കവി. അപ്പൊ കമ്പർ എഴുതിയ രാമായണമാണ് കമ്പരാമായണം. കമ്പരാമായണമാണ് കമ്പരാമായണം. അപ്പൊ അതിന് സാക്ഷിയായിട്ട് പഞ്ചലോഹത്തിൽ ചതുർബാഹുവായിട്ട് 4 കൈയുള്ള ഒരു സരസ്വതി ദേവിയാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. അപ്പൊ അപ്പോഴത്തേക്ക് ഈ രാമായണമൊക്കെ എഴുതുന്നത് ഇദ്ദേഹത്തിന്റെ മനസ്സിന് വലിയ മാറ്റങ്ങൾ വന്നു. പണ്ടത്തെ ചാബല്യങ്ങളൊക്കെ മാറി. അദ്ദേഹം ഒരു സന്യാസ വൃത്തിയിലേക്ക്, ഒരു മുനിവൃത്തിയിലേക്ക് മാറി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ കാലം ഇനി അധികമില്ല. ഈ വിഗ്രഹം ഒരുപാട് ആരാധന ഏറ്റുവന്ന വിഗ്രഹമാണ്. ഇത് പ്രഷ്യസ് ആയതാണ്. ഇത് നഷ്ടപ്പെട്ടു പോകരുത്. അപ്പൊ ദാനിക്കുകയാണെങ്കിൽ ദാനം വാങ്ങിക്കുന്ന ആൾക്ക് അത് വാങ്ങിക്കാനുള്ള അർഹതയും കൂടെ വേണം. അർഹതയില്ലാത്ത കയ്യിൽ പോകാൻ പാടില്ല. അപ്പം ഇദ്ദേഹം ഈ വിഗ്രഹം കുലശേഖര പെരുമാളിന് ക്ഷത്രിയർക്ക് ദാനം വാങ്ങിക്കാൻ പാടില്ല, ദാനം കൊടുക്കാം. അപ്പം കുലശേഖര പെരുമാള് ക്ഷത്രിയനാണ്. അപ്പൊ അദ്ദേഹത്തിന് ദാനം വാങ്ങിക്കാൻ പാടില്ല. പക്ഷെ അതുകൊണ്ട് അദ്ദേഹത്തിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഈ വിഗ്രഹം അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ പൂജയിൽ വെച്ചു. അവരെവിടെയെങ്കിലുമൊക്കെ ഈ വിഗ്രഹം കൂടെ. അങ്ങനെ ഈ വിഗ്രഹം എവിടെയെല്ലാം പോയിട്ടുണ്ട് നവരാത്രി സമയത്തൊക്കെ. അതാണ് ഇപ്പോൾ പത്മാവരത്ത് നിന്ന് എഴുന്നള്ളിച്ചുകൊണ്ടിരുന്ന വിഗ്രഹം. അത് തന്നെയാണ്, സെയിം വിഗ്രഹം. അപ്പൊ പത്മാവരത്ത് നിന്ന് പല പ്രാവശ്യവും ഈ തലസ്ഥാനം മാറിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ വിഗ്രഹമൊക്കെ പോയിരിക്കുകയാണ്. പത്മാപുരം തലസ്ഥാനമാക്കി മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് കൽക്കുളത്തിനെ പത്മാപുരം എന്ന് വിളിച്ച് അദ്ദേഹത്തിന് പത്മനാഭസ്വാമിയുമായിട്ടുള്ള ഇതുകൊണ്ട് എല്ലാം പത്മനാഭനായിട്ട് ബന്ധപ്പെട്ട് വേണം അങ്ങനെ ആക്കി. കുറച്ച് കഴിയുമ്പോൾ അതും പറ്റുന്നില്ല, പെരുമാളിനെ തൊഴാനായിട്ട് എന്നും പറ്റൂലല്ലോ. തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റുകയാണ്. അത് മുഴുവൻ മറന്നു മുമ്പ് അദ്ദേഹം നാട് നീങ്ങുന്നു. ഇവിടെ വെച്ച് തന്നെയാണ് നാട് നീങ്ങുന്നത്. പക്ഷെ അപ്പൊ അടുത്ത ആള് കാത്തിരുന്നാൾ രാമവർമ്മ തിരുമനസ്, ധർമ്മരാജാവെന്ന് പിൽക്കാലത്തിൽ വിഖ്യാതനായ രാമവർമ്മ തിരുമനസ്, കാത്തിരുന്നാൾ തിരുമനസാണ് കംപ്ലീറ്റ് ഇങ്ങോട്ടേക്ക് മാറ്റുന്നത്. ആ സമയത്ത് ദേവി അവിടെ ഒരു തേവര പരമ്പര വെച്ച് പൂജിക്കുകയാണ്. അപ്പം ആ സമയത്ത് അദ്ദേഹം പറയാണ്, ഞങ്ങൾ എവിടെ പോയാലും അമ്മയെ ഇവിടെ എഴുന്നള്ളി ചിരിത്തിരിക്കുന്നുണ്ട്, ഇവിടുന്ന് എടുത്തുകൊണ്ട് അങ്ങനെ പെർമനൻ്റ് ആയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. ഞങ്ങൾ എവിടെയാണെങ്കിലും അവിടെ അമ്മ എഴുന്നള്ളിച്ച് നവരാത്രി ആഘോഷിച്ചോളാം. അങ്ങനെ എവിടെയെല്ലാം ഇത് ഇടയ്ക്ക് ഒരിക്കൽ മാവേലിക്കരല്ലോ അവിടെയൊക്കെ നവരാത്രി ആഘോഷിച്ചു. അവിടെയൊക്കെ വിഗ്രഹം എഴുന്നള്ളിച്ച് കൊണ്ടുവന്നു. ഇപ്പൊ പിന്നെ എത്ര കാലമായിട്ട് തിരുവനന്തപുരത്താണ്. ആ വിഗ്രഹം തന്നെയാണ്, ചതുർബാഹുവാണ്. വലത്തെ മുകളിലത്തെ കയ്യില് ചക്രം, ഇടത്തെ മുകളിലത്തെ കയ്യിൽ അമൃത കലശം, വലത്തെ താഴത്തെ കയ്യിൽ ചിന്മുദ്ര, പിന്നെ ഗ്രന്ഥം മറ്റേ കൈ. അങ്ങനെ 4 കയ്യിലുള്ള 4 ഇതുമായിട്ട് ഉള്ള അമ്മയാണ്. വളരെ ശക്തിയാണ്. പഠിത്തത്തിനാണെങ്കിലും വിദ്യക്കാണെങ്കിലും കലയ്ക്കാണെങ്കിലും ഒക്കെ അത്യധികം ശക്തിമത്താണ് അമ്മ. ഇവിടെ നവരാത്രി മണ്ഡപത്തില് പക്ഷേ ഗ്രന്ഥങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കൊട്ടാരത്തിലിരിക്കുന്ന ഗ്രന്ഥങ്ങൾ തന്നെയാണ്. ഈ ഗ്രന്ഥങ്ങളെ പീഠത്തിൽ വെച്ച് തന്ത്രിയുടെ പൂജ ഗ്രന്ഥത്തിലാണ്. ദേവി സാക്ഷിയായിട്ട് നിൽക്കും. മേശാന്തിയാണ് ദേവിക്ക്, പക്ഷെ തന്ത്രി പൂജ ഗ്രന്ഥത്തിനാണ് ചെയ്യുന്നത്.
ഒരു ദേവി സാക്ഷിയാക്കി വളരെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് നവരാത്രി. അപ്പൊ അതൊക്കെയാണ് നവരാത്രിയുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും സന്ദേശങ്ങളുണ്ടോ നവരാത്രിയുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർക്ക് നൽകാൻ? ഇന്നത്തെ കാലത്ത് എൻ്റെ കുട്ടി ആർക്കും സന്ദേശം കേൾക്കണ്ട, സന്ദേശവും കേൾക്കേണ്ട, രണ്ട് ശാഖകളാണ് കേൾക്കേണ്ടത്. സന്ദേശവും കേൾക്കേണ്ട, ഉപദേശവും കേൾക്കേണ്ട. ഇത് രണ്ടും വെച്ചാൽ അവർ കേട്ട് കേട്ട് മതിയായി. അതുകൊണ്ടാണ് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. ചുമ്മാ നമുക്ക് സന്ദേശം തന്നിട്ട് എന്താ കാര്യം? പക്ഷെ അതിന് പകരം ദേവിയെ വിശ്വസിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ ആചാരോപചാരങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. തീർച്ചയായിട്ടും അവരുടെയൊക്കെ പ്രത്യേകം ഈ പുണ്യകാലത്ത് മനസ്സും കൂടെ ഒരു നവരാത്രിയായിട്ട് മാറ്റി നന്മ വിചാരിച്ച്, നന്മ ചെയ്ത്, നന്മ ചിന്തിക്കുക, നന്മ ചെയ്യുക. സാധിക്കുമെങ്കിൽ, എപ്പോഴും സാധിക്കണം എന്നില്ല, ചിലപ്പോൾ പറ്റൂലായിരിക്കും. ചിലപ്പോൾ സാഹചര്യങ്ങൾ തിരിയുമ്പോൾ നമ്മൾ അങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല. പക്ഷെ ഒക്കുന്നിടത്തോളം അതുപോലെ കുട്ടികളുടെയൊക്കെ ഇത് പറഞ്ഞ് മനസ്സിലാക്കുക. ആ സമയം അവരെ കൊണ്ടൊരു നാമം ജപിപ്പിക്കുക. വൈകിട്ട് രാവിലെ എപ്പോഴെങ്കിലും ഒരു നാമം ജപിപ്പിക്കുക. പൂജ വെപ്പ സമയത്ത് അവരുടെ പുസ്തകങ്ങൾ വെച്ച് പൂജിച്ച് ആ ഒരു ചിട്ട അതിലേക്ക് അവരെ കൊണ്ടുവരാമെങ്കിൽ എവിടെ അവർ പോയാലും എത്ര പ്രായമായാലും അതൊന്നും അവർ മറക്കില്ല. അത് നമ്മുടെ കൾച്ചർ, നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ് നവരാത്രി. അപ്പം അതിൽ നമുക്ക് അഭിമാനിക്കണമെങ്കിൽ അഭിമാനിക്കാം, ആഹ്ലാദിക്കണമെങ്കിൽ ആഹ്ലാദിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ അതിൻ്റെ ആ ഒരു വലിയൊരു ധാരയിലേക്ക് ജനിക്കാനായിട്ടുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയല്ലോ എന്ന് നമുക്ക് വേണമെങ്കിൽ കൃതജ്ഞതയോടുകൂടി ഭഗവാന്റെ ഒക്കെ നന്ദി പറയാം. നവരാത്രിക്ക് എല്ലാ ആശംസകളും. നന്ദി, നമസ്കാരം. ഒരുപാട് സ്നേഹം ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന്.